ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും റംസാൻ മുബാറക്. അപ്പോൾ ഇന്നത്തേത് നമ്മളൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുത്തൻ ഐറ്റം തന്നെ പറയാം. സിംഗർ പോക്കറ്റാണ് കേട്ടോ, ചിക്കൻ സിംഗർ പോക്കറ്റ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഒരുപാട് മസാല വയറ്റി സമയം കളയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ വീട്ടിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ളൊരു കിടലൻ ഐറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സിംഗർ പോക്കറ്റിലേക്കുള്ള പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാവ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ഞാൻ മാവിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അറിയാമല്ലായിരിക്കും, ബൗളിലൊന്ന് സെപ്പറേറ്റ് പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം മാത്രം പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ച് മൊത്തത്തിൽ ഒഴിക്കാതെ കുറച്ച് നോക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ എത്രയായി എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ മൊത്തത്തിൽ പാലെടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇളം ചൂടുള്ളത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചങ്ങ് കുഴച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ പാൽ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 1 കപ്പ് പാലാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചങ്ങ് ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതാ നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ബൗൾ കുറച്ച് ചെറുതല്ലേ, പിന്നെ എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കാമെന്ന് കരുതിയിട്ട് വേറൊരു ബൗളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കും കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് തടവിയതിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതാ നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ എയർ ടൈറ്റായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ മാവ് നമുക്ക് ഡബിളായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ചുരുങ്ങിയത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഡബിളായിട്ട് പൊങ്ങി കിട്ടും. പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് സമയത്തിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചിക്കനിലേക്കുള്ള ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഏകദേശം 500 ഗ്രാം അളവിൽ ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര നേരിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, കാരണം അത്യാവശ്യം ചെറിയ കട്ടിക്ക് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതും വലുതും ഒക്കെ ആക്കിയിട്ട് മിക്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. കാരണം നമുക്കിതിലേക്ക് പോക്കറ്റിൽ നിറയ്ക്കുന്നതാണല്ലോ, അപ്പോൾ സൈസൊന്നും പ്രശ്നമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അടുത്തത് 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയ് സോസിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഒരല്പം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ചേർക്കാമല്ലോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇത്രയും നമ്മുടെ ചിക്കനിലേക്കുള്ള മസാലയുടെ പരിപാടിയുള്ളൂ കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ഒരു അരമണിക്കൂറോളം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അടുത്തത് നമുക്ക് ചിക്കനിലേക്ക് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു പൗഡർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ ഒരു സിംഗർ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫ്ലോർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരല്പം മതിയിട്ട്, കാരണം മൈദയിൽ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൈസ് ലെവൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോട്ടിംഗ് പൗഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിംഗർ പോക്കറ്റ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ വേറൊരു ബൗളിലേക്ക് അത്യാവശ്യം നല്ല തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം തന്നെ വേണം. പിന്നെ നമ്മൾ കോട്ടിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ട് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ചിക്കൻ്റെ ഒരു പീസ് എടുക്കുക. നമ്മുടെ മൈദയുടെ ആ ഒരു കോട്ടിംഗ് പൗഡറില്ലേ, അതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തെടുക്കൊന്നും വേണ്ട, ഒന്നെല്ലാ രീതിയിലും മൈദ എത്തുന്ന രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക.
എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്നങ്ങ് കുടഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ ഐസ് വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഏകദേശം ഒരു 5 സെക്കൻഡൊക്കെ ചിക്കൻ അവിടെ ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ചിക്കനെ എടുത്തിട്ട് മൈദയുടെ ആ ഒരു പൗഡറിലിട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൈദ കുറച്ചധികം തന്നെ മൈദ എടുത്ത് നല്ലപോലെ നമ്മൾ കുഴച്ച് കൊടുക്കുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കല്ലേ ചിക്കൻ പീസിന്, അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒന്നങ്ങ് പെട്ടെന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കുടഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പിലാണ് നമുക്ക് ആ ഒരു ലെയർ പോലെ ആയിട്ട് ആ ഒരു ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ രീതിയിൽ ഇരിക്കുമല്ലോ ചിക്കൻ, അങ്ങനെ ആവുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചിക്കനും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ഫ്രൈ ചെയ്യുന്നത് മാത്രം ഫസ്റ്റ് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് റെഡിയാകുന്ന സമയം കൊണ്ട് അടുത്ത ബാച്ചിലേക്കുള്ളത് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ മുന്നേ എല്ലാം റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. എന്നിട്ട് ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ബാക്കി ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാക്കി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ സ്ട്രിപ്സ് ആണ്, അതുപോലെ തന്നെ എന്താ പറയുക ബോൺലെസ് ചിക്കനാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ഫ്ലെയിം അവിടെ കുറച്ച് വെക്കട്ടെ, കാരണം ചിക്കനുള്ളിൽ വേവാനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഈ ഒരു രീതി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ട് സിംഗർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഇതളുകളായിട്ട് ലെയറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നമ്മുടെ സ്ട്രിപ്സ് മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി നേരെ ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും സാധാരണ ഇതിലും നന്നായിട്ട് പൊങ്ങാറുണ്ട്, ഇതിപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരാം. അങ്ങനെ ഇതാ ഒന്ന് പതുക്കെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നിന്ന് 4 ഈക്വൽ സൈസുള്ള ബോളാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 സൈസുള്ള ബോളാക്കിയതിന് ശേഷം ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അതിനുശേഷം ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഒന്നിക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അല്ലെങ്കിൽ തണുത്ത പാൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ബൗളിലേക്ക് നമ്മുടെ വെള്ള എള്ളില്ലേ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന ആദ്യത്തെ ബോൾ എടുക്കുക, പാലിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ, എല്ലാ സൈഡിലും പാലെത്തുന്ന രീതിയിൽ. എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു എള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ബോളിൻ്റെ അതായത് ഈ ഒരു മാവിൻ്റെ എല്ലാ സൈഡിലേക്കും എള്ള് എത്തണം കേട്ടോ. എള്ള് എത്തുന്നത് നിങ്ങൾക്ക് ശരിക്കും കറക്റ്റ് മനസ്സിലാവില്ല, അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ ഇതാ മൊത്തത്തിൽ നന്നായിട്ട് എടുത്തതിന് ശേഷം ഞാനൊരു ബോർഡിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഓവർ വലുപ്പത്ത് പരത്തിയെടുക്കണം, നമ്മൾ ചെറിയ ചെറിയ സൈസ് ബട്ടൂരിയൊക്കെ ആക്കുമല്ലോ ആ ഒരു രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിപ്പോൾ 4 ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് 4ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നോർമൽ നമ്മൾ ബട്ടൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നോ രണ്ടോ എത്രയാണോ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുത്ത് മുകളിലേക്ക് എണ്ണ ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ പൊങ്ങി വന്നതിന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഭംഗിയുള്ള ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ആ ഒരു വൈറ്റ് എള്ള് കണ്ടില്ല ഫ്രൈ ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് ക്ലിയറായി വരുന്ന കണ്ടില്ല. പിന്നെ അങ്ങനെ എള്ള് ഇളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് പരത്തിയെടുക്കുമ്പോൾ തന്നെ അവിടെ പ്രസ്സായി നിന്നോളും. അങ്ങനെ ഇതാ നമ്മുടെ പോക്കറ്റ് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ പോക്കറ്റും മൊത്തത്തിൽ റെഡിയാക്കി വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു എള്ളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ ഒരു കപ്പിൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിന് കറക്റ്റ് ഒരു അളവില്ല, നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പിങ്ക് സോസായിട്ട് നമ്മളിതിന് റെഡിയാക്കി എടുക്കുന്നതാണ്. അല്ലെങ്കിൽ നോർമൽ മയോണൈസ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു സോസാണ് കേട്ടോ ഇതിൽ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കൊരു പിങ്ക് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സിംഗർ പോക്കറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാ ഐറ്റംസും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കക്കിരിയും തക്കാളിയും ക്യാബേജിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജീസൊക്കെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു പോക്കറ്റ് എടുക്കാം, ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പിങ്ക് സോസിലെ മയോണൈസിൻ്റെ മിക്സ് അത് ഇതുപോലെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ക്യാബേജിൻ്റെ ലീഫില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. പിന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ പീസസും കക്കിരിയും ടൊമാറ്റോ എല്ലാം എങ്ങനെയാണോ നിങ്ങൾക്ക് പോക്കറ്റിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ജിങ്കർ പോക്കറ്റ് നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാൻ വേറെ ലെവലാണ് കേട്ടോ. സിമ്പിളാണെങ്കിലും പവർഫുൾ ഐറ്റം എന്ന് പറയില്ല, അതേ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും ഒന്ന് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. പാർട്ടികളിലൊക്കെ സ്റ്റാർ ആകാൻ പറ്റിയിട്ടുള്ളൊരു കിടിലനായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്